ഇല്ല ഗംഗേ, ആരും വിളിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും വിളിച്ചാ ഞാനും കേൾക്കേണ്ടതല്ലേ? ഗംഗയ്ക്ക് തോന്നുന്നതാ. ആ ഷോക്കേറ്റതിൻ്റെ ആയിരിക്കും. നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം മാറിക്കോളും. അപ്പൊ ഞാൻ പറയുന്നത് ഗംഗയ്ക്ക് മാത്രമേ കേൾക്കാൻ സാധിക്കുന്നുള്ളൂ, മഹിയേട്ടന് കേൾക്കാൻ പറ്റുന്നില്ല. ഉറങ്ങിക്കോളൂ. ഗംഗേ, ഗംഗേ, ആരാത്? നിങ്ങൾ എന്തിനാ എന്നെ പേടിപ്പിക്കുന്നത്? ഗംഗ പേടിക്കണ്ട. ഞാൻ ഗൗരിയാ. ശ്രീ മഹേശ്വര, ഞാനെന്താ സ്വപ്നം കാണുകയാണോ? ഗൗരി ചേച്ചി, എങ്ങനെ? ഇത് സ്വപ്നമല്ല ഗംഗ, സത്യ. നീ കേൾക്കുന്നത് എന്റെ ശബ്ദം. ഇതെങ്ങനെ സാധിക്കും? അതിനെക്കുറിച്ചൊന്നും പറയാൻ എനിക്കറിയില്ല ഗംഗെ. ശബ്ദം കേൾക്കാലോ, പിന്നെന്താ എനിക്ക് ഗൗരി ചേച്ചി കാണാൻ സാധിക്കാത്തത്? അതും എനിക്കറിയില്ല. ഈ ശബ്ദം ഇപ്പൊ കേൾക്കാൻ പറ്റിയതുപോലും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്റെ ശ്രീ മഹേശ്വര, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? നീ പേടിക്കണ്ട ഗംഗെ. എന്റെ മാളുവിനെയും മഹിയേട്ടനെയും നന്നായി നോക്കുന്ന നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നിന്നെ ദ്രോഹിക്കാനും അപായപ്പെടുത്താനും ശ്രമിക്കുന്നവരിൽ നിന്നും രക്ഷിക്കാൻ ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ എന്നെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിച്ചിരുന്നത് ഗൗരി ചേച്ചിയാണോ? അതെ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എല്ലാം സത്യമാണ് ഗംഗെ. ഈശ്വര, എന്താ ഇതൊക്കെ? എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു. ഷോക്കേറ്റതിന്റെ ക്ഷീണവും ഇപ്പോ
ഞാൻ പറഞ്ഞതെല്ലാം കേട്ടപ്പോ ഉണ്ടായ ഞെട്ടലിന്റെയും ആവും. സാരമില്ല, ഗംഗ ഉറങ്ങിക്കോളും. നന്നായി വിശ്രമിച്ചു കഴിയുമ്പോ എല്ലാം ശരിയാവും. ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് ഉറങ്ങിക്കോ. ഭഗവാനെ, ശ്രീ മഹേശ്വര, ഇന്നലെ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത്? ആ ഷോക്കേറ്റ് ഞാൻ മരിച്ചു പോകേണ്ടതായിരുന്നു. കൃത്യസമയത്ത് മഹേട്ടനെത്തി എന്റെ ജീവൻ രക്ഷിച്ചു. ആ ഷോക്കേറ്റതിന്റെ ഞെട്ടലും ക്ഷീണത്തിലും ആവാം ഗൗരി ചേച്ചി എന്നോട് സംസാരിച്ചതായിട്ട് ഞാൻ സ്വപ്നം കണ്ടത്. ഗംഗ ഇപ്പോഴും അത് സ്വപ്നമാണെന്നാണോ കരുതിയിരിക്കുന്നത്? ഞാൻ ആ സമയത്ത് ശരിക്കും പേടിച്ചുപോയി. ഗൗരി ചേച്ചി എന്നോട് കുറേ സംസാരിച്ചു. എന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചത് ഗൗരി ചേച്ചിയാണെന്നാ പറഞ്ഞത്. ഗംഗേ, ഗംഗ, ഇത് ഞാനാ, ഗൗരി. ഗൗരി ചേച്ചി, അപ്പോ ഞാൻ ഇന്നലെ കേട്ടത് സ്വപ്നമല്ലേ? അതെല്ലാം സത്യമാണെന്ന് ഞാൻ ഇന്നലെ ഗംഗയോട് പറഞ്ഞതല്ലേ? അതെ, പക്ഷെ ഞാൻ കരുതി അതും സ്വപ്നമാണെന്ന്. അല്ല, ഇന്നലെ ഷോക്ക് അടിച്ചപ്പോ മുതല് നിനക്ക് എങ്ങനെയോ എന്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചു തുടങ്ങി. ഒരു പക്ഷേ അതിനുള്ള കഴിവ് നിനക്ക് ശ്രീ മഹേശ്വരൻ തന്നതാവും. ആ ഷോക്കിൽ നിന്ന് ഗംഗയെ രക്ഷിച്ചതും ഈശ്വരൻ തന്നെയാ. ഗംഗയ്ക്ക് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നുവെന്ന് എന്റെ മനസ്സ് പറഞ്ഞിട്ട് ഞാൻ ഗംഗയെ രക്ഷിക്കാനായി വരാൻ പരമാവധി ശ്രമിച്ചതാ. പക്ഷേ ഇന്നലത്തെ ദിവസം ഞാൻ മരിച്ച നക്ഷത്രമായിരുന്നു. ആ നാൾ വരുന്ന ദിവസങ്ങളിൽ എനിക്ക് ശക്തി ഉണ്ടാവില്ല. ഒന്നും ചെയ്യാനാവാതെ ഞാൻ വിഷമിച്ചു പോയി. ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ ഉണ്ടാവുന്ന കേട്ടിട്ടില്ലേ? അങ്ങനെ ഈശ്വരൻ ഗംഗയെ രക്ഷിച്ചു. ഉർവശി ശാപം ഉപകാരമാകുമെന്ന് പറയും പോലെ ഗംഗയെ അപായപ്പെടുത്താൻ അവർ ശ്രമിച്ചപ്പോ അതിൽ നിന്നും രക്ഷപ്പെടാനും അവര് ഷോക്ക് ഏൽപ്പിച്ചതിന്റെ ഫലമായി എന്റെ ശബ്ദം കേൾക്കാനുള്ള കഴിവും ഗംഗയ്ക്ക് ലഭിച്ചു. ഇതെല്ലാം ഒരു കഥ കേൾക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. മുത്തശ്ശി പണ്ട് പറഞ്ഞു തന്നിട്ടുള്ള കഥകളില് ഞാൻ ഏതോ കഥാപാത്രമായി പെട്ടുപോയതുപോലെ തോന്നുക. ഇതൊന്നും കഥയല്ല ഗംഗേ. എനിക്കും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും മനസ്സിലുണ്ട്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം അത്ഭുതങ്ങൾ തന്നെയല്ലേ? അതെല്ലാം നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞ് വിശ്വസിക്കുന്നതാണോ? അത് ശരിയാ. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങള് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടല്ലേ അതൊക്കെ നമുക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇനിയും ഉണ്ടാവുമല്ലേ? അതെ, മരണം കൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് കരുതിയവളാ ഞാൻ. പക്ഷെ ഇപ്പൊ എനിക്ക് മഹിയേട്ടനെയും മാളൂനെയും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിക്കും. കുറെ കാലമായി ഞാൻ ഇവിടെ ഉണ്ട്.
എന്റെ സാന്നിധ്യം ഈ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ടാ ഇവിടെ പലരും എന്നെ ഇല്ലാതാക്കാനായിട്ട് ഇടയ്ക്കിടെ പൂജ നടത്തുന്നത്. അതായിരുന്നല്ലേ ഇവിടെ പൂജ നടത്തിയിരുന്നത്? അതെ, ഗംഗയ്ക്ക് എന്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചതും നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതും ഈ വീട്ടിൽ മറ്റാരും അറിയരുത്. അറിഞ്ഞാൽ അവരെന്നെയും ഇല്ലാതാക്കും, ഗംഗയെ ഇല്ലാതാക്കും. ഇല്ല, ഞാൻ ആരോടും പറയില്ല. എനിക്ക് എന്റെ മാളുവിനെ കണ്ട് കൊതി തീർന്നിട്ടില്ല ഗംഗ. അവരെന്നെ ഇല്ലാതാക്കിയാൽ പിന്നെ എനിക്ക് എന്റെ മോളെ കാണാൻ സാധിക്കില്ല. അതെനിക്ക് വയ്യ. ഗൗരി ചേച്ചി പേടിക്കണ്ട, ഞാൻ ആരോടും ഒന്നും പറയില്ല. ഗംഗേ, എന്താ ചേച്ചി? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. നീ എന്താ മഹിയേട്ടനിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നെ? അത് മഹിയേട്ടന്റെ അമ്മ എന്നൊരു ജോത്സ്യനടുത്ത് കൊണ്ടുപോയി. ഈ വ്യക്തികൾ ഒരുമിച്ചുള്ള ദാമ്പത്യ ജീവിതം ഈ കുട്ടിയെ വിധവയാക്കും. 3 മാസത്തേക്ക് നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാനേ പാടില്ല. ഒരു കാരണവശാലും നീ ഈ കാര്യം മഹിയോടോ മാളുവിനോടോ പറയരുത്. അതുകൊണ്ടാ ഞാൻ അങ്ങനെ പെരുമാറുന്നത്. മഹിയേട്ടന്റെ ജീവൻ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? ഗംഗ, ഞാൻ പറയുന്നൊരു കാര്യം അനുസരിക്കണം. എന്താ ചേച്ചി? ഗംഗയുടെയും മഹിയേട്ടന്റെയും ജാതകം മറ്റൊരു ജോത്സ്യനെ കാണിക്കണം. അയാൾ പറയുന്നത് എന്താണെന്ന് കേൾക്കണം. ഗംഗയ്ക്ക് ഇഷ്ടമുള്ള ആര് വേണേലും കണ്ടോളൂ. ശരി. ബാക്കി കാര്യങ്ങൾ നമുക്കിനി അത് കഴിഞ്ഞ് സംസാരിക്കാം. ഗംഗയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ എത്തിക്കോളാം. ശരി. ഞാൻ പറഞ്ഞത് മറക്കണ്ട. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് മറ്റാരും അറിയരുത്. ഇല്ല. ശരി ഗംഗ, ഇപ്പൊ ഞാൻ പോകുന്നു. ശ്രീ മഹേശ്വര, എന്താ ഇവിടെ സംഭവിക്കുന്നത്? എനിക്കെങ്ങനെയാ മരിച്ചുപോയ ഗൗരി ചേച്ചിയുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നത്? എല്ലാം ശ്രീ മഹേശ്വരന്റെ മായാജാലാണെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. ഇത്രയും കാലം എന്നെ ആപത്തുകളിൽ നിന്നും സംരക്ഷിച്ചത് ഗൗരി ചേച്ചിയായിരുന്നു ശ്രീ മഹേശ്വര. എനിക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഏത് ആപത്തിലും ഗൗരി ചേച്ചി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ. പറഞ്ഞ ജനന സമയങ്ങൾ വെച്ച് ഞാൻ പരിശോധിച്ചു. നിങ്ങൾ തമ്മിൽ 10-ൽ 10 പൊരുത്തമാണ് കാണുന്നത്. സത്യമാണോ തിരുമേനി? വെറും പൊരുത്തമല്ല, നിങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ ശിവപാർവതിമാരെ പോലെ പൊരുത്തമുള്ളതാണ്. ഒരു കാരണവശാലും
ഒന്നാകാൻ പാടില്ലാത്ത ജാതകങ്ങളാണ് ഇവരുടേത്. പക്ഷേ ഇതിനു മുന്നേ നോക്കിച്ചപ്പോ ഞങ്ങൾ തമ്മിൽ 3 മാസം ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ജോത്സ്യം നോക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഈ കാലയളവിനിടയിൽ ഇത്രയും പൊരുത്തമുള്ള ജാതകങ്ങൾ മുൻപ് കണ്ടിട്ടില്ല. ഈ ജാതകങ്ങൾ തമ്മിൽ ചേരാൻ വിധിയുള്ളതാണ്. അതുകൊണ്ട് എത്ര മാറ്റി നിർത്തിയാലും ഇവർ തമ്മിൽ ചേരുക തന്നെ ചെയ്തേനെ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്താ? ഈ ജാതകക്കാർക്ക് ചുറ്റും ഒരു വലിയ ശത്രുവലയം തന്നെ ഉണ്ട്. അവർ പരസ്പരം നിങ്ങളെ അകറ്റാൻ ശ്രമിക്കും. അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം. ശരി. അപ്പോ ഞാൻ കാരണം എന്റെ മഹേട്ടിന് ദോഷമൊന്നും സംഭവിക്കില്ലെന്നാണോ തിരുമേനി പറയുന്നത്? എന്താ സംശയം? അതുമാത്രമല്ല, നിങ്ങളുടെ ഭർത്താവിന്റെ എല്ലാ ദോഷങ്ങൾക്കുമുള്ള പരിഹാരം കൂടിയാണ് നിങ്ങളുടെ ജാതകം. നിങ്ങൾ ഒന്നിച്ചു നിന്നാൽ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഒന്നിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് മാത്രം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് മാത്രം മുമ്പോട്ട് പോവുക. ശരി. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. ശ്രീ മഹേശ്വര, എന്റെയും മഹേട്ടന്റെയും മാളുവിന്റെ ജീവിതത്തിൽ സന്തോഷം നിറച്ചതിന് ഒരുപാട് നന്ദി. జగను తగ తాళం గివిడగి పగలినాయిరం తాళం వెళుతు తణుతు మెల్లె కరుతురీ నేరం చిరకు కురుతరీ నేరినాయిరం తాళం జగను తగ తాళం గివిడగి పగలినాయిరం తాళం వెళుతు తణుతు మెల్లె కరుతురీ నేరం చిరకు కురుతరీ నేరినాయిరం తాళం കാലമോ തേങ്ങി സ്നേഹമറിയാതെ മൗനമോ മാഞ്ഞു രാഗമറിയാതെ ജീവിതം പാടുന്നു കൂടെ സത്യമോ തേടുന്നു എവിടെയോ ജഗണു തക താളം ഇവിടങ്ങി പകലിനായിരം താളം വെളുത്തു തണുത്തു മെല്ലെ കരുത്തുരീ ഗംഗേ, ചിറകു കുറുതരീ നേരിനായിരം താളം. ഇങ്ങ് വന്നേ. നീ എവിടെ പോയതായിരുന്നു ഗംഗേ? ഞാനന്ന് കടയിൽ പോയതാ. കടയിലോ? നീ കടയിൽ പോകുന്ന കാര്യമൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. പെട്ടെന്ന് പോകേണ്ട ആവശ്യം വന്നുകൊണ്ട് പോയതാ. എന്താ, കടയിൽ പോകാൻ പാടില്ലെന്നുണ്ടോ? നീ കടയിൽ പോയിട്ടൊന്നും വാങ്ങിയില്ലേ? അല്ല, കയ്യിലൊന്നും കാണുന്നില്ല. അതൊക്കെ എന്റെ ബാഗിലുണ്ട്. അതെന്ത് സാധനമാണ്? പെണ്ണുങ്ങൾക്ക് അങ്ങനെ പല സാധനങ്ങൾ വാങ്ങാനുണ്ടാവും. അതൊന്നും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അമ്മേ, ഇവൾക്കിതെന്താ പറ്റി? അവക്കെന്തോ മാറ്റമുണ്ട്. അതെന്താണെന്ന് അറിയണം. നോക്കാം. ഗൗരി ചേച്ചി, ഗൗരി ചേച്ചി, ഗൗരി ചേച്ചി.
ഗംഗേ, ചേച്ചി ചേച്ചി വന്നോ? വന്നു. ഞാൻ ജോത്സ്യനെ കണ്ടു. അയാൾ എന്തു പറഞ്ഞു? എന്റെയും മഹേഷിന്റെ ജാതകത്തിന് കുഴപ്പമൊന്നുമില്ലെന്നും 10 പൊരുത്തമുണ്ടെന്നും ശിവപാർവതിമാരുടേത് പോലുള്ള ജാതകമാണെന്നും പറഞ്ഞു. ഇപ്പൊ നിനക്ക് സത്യം എന്താന്ന് മനസ്സിലായില്ലേ ഗംഗെ? അവര് നിന്നെ പറ്റിക്കുകയാണെന്ന് എനിക്കറിയായിരുന്നു. അതാ ഞാൻ ജാതകം വീണ്ടും ഒന്നുകൂടി കൊണ്ടുപോയി പരിശോധിക്കാൻ പറഞ്ഞത്. എന്നെയും മഹിയേട്ടനെയും തമ്മിൽ അകറ്റിയതുപോലെ അവര് നിന്നെയും മഹിയേട്ടനിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും. മഹേട്ടന്റെ അമ്മ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല ഗൗരി ചേച്ചി. നീ ഇനി എന്തൊക്കെ അറിയാനിരിക്കുന്നു ഗംഗെ? എല്ലാത്തിനും സമയമാകുമ്പോൾ ഞാൻ തന്നെ പറയാം. അതുവരെ ക്ഷമയോടെ ഇരിക്കണം. പിന്നെ ഗംഗ ജോത്സ്യനെ കണ്ട് സത്യം അറിഞ്ഞ കാര്യവും ഇവിടെ മറ്റാരും അറിയരുത്. അവരെ ഗംഗ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഈ വീട്ടിൽ ഗംഗയെ ജീവനോട് വെച്ചേക്കില്ല.